ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കറുത്ത രാത്രിയിൽ നിന്ന് അതിജീവനത്തിന്റെ പുതിയ അധ്യായത്തിലേക്കാണ് ദുരന്തബാധിതരുടെ യാത്ര. കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ താമസമാക്കിയ 178 കുടുംബങ്ങൾ സുരക്ഷിത ജീവിതം ആരംഭിച്ചുവെങ്കിലും കാത്തിരിക്കുന്ന ബാക്കിയുള്ള ദുരന്തബാധിതർക്കും എത്രയും വേഗം സ്ഥിരം പുനരധിവാസം ഉറപ്പാക്കണമെന്നതാണ് ആവശ്യം. 2 വർഷം പിന്നിടുമ്പോൾ അതിജീവനത്തിന്റെ പ്രതീക്ഷ കൂടുതൽ കുടുംബങ്ങളിലേക്കും എത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2024 ജൂലൈ 29 ആ കറുത്ത രാത്രിയെക്കുറിച്ച് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ഉരുളെടുത്ത അവരിന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. എന്നെ സംബന്ധിച്ചോളം, എൻ്റെ കുടുംബം സംബന്ധിച്ചോളം ഇത് ജീവിതകാലം മുഴുവൻ ഇത് ഒരു മനസ്സിൽ ഓർമ്മയായിട്ട് തന്നെ കിടക്കും. കാരണം അത്രമാത്രം ഒരു പേടി സ്വപ്നമായിരുന്നു ആ ഒരു നിമിഷം. അത് ഓർത്തെടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമ കാര്യങ്ങളാണ്. അന്നൊരു റൂമിലേക്ക് മാറിയിട്ടാണ് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതെന്താ അന്നത്തെ ഒരു ഓർമ്മ? അതെന്താണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റത്തെ ഉരുൾപൊട്ടലിൽ ഒരു 1:43 ടൈം. അങ്ങനെ ആ ടൈമിലാണ് എൻ്റെ ഭാര്യയായിരുന്നു നേരത്തെ ണീച്ചത്. അവളൊരു 12:30 ണീച്ച ടൈമിൽ അവൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ വീടിൻ്റെ മേലെ കൂടെ വെള്ളം വരുന്നത്. അങ്ങനെ ഒരു ബെഡ്റൂം മാത്രം ബാക്കിയായി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ടൈമിലാണ് എൻ്റെ മക്കളൊക്കെ ചെളിയിൽ താന്ന് കിടക്കുന്നുണ്ടായി. അങ്ങനെ നോക്കുന്ന ടൈമിലാണ് നീതുവിൻ്റെ പെര കാണുന്നത്. ആ നീതുവിൻ്റെ പെരയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവിടെ ഒരു 32 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂറോളം കാലതാമസം ഉണ്ടായിരുന്നു, ടൈമുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ രണ്ടാമത്തെ പൊട്ടും വരുന്നത്. ആ പൊട്ടിൽ ആ സൗണ്ട് കേൾക്കലും ഞങ്ങളൊരു 10-21 പേര് ഒരു റൂമിലേക്ക് ഓടിക്കയറി. അവിടെ ആ ഡൈനിങ് ഹാളിൽ നിന്നവരാണ് ഒരു 5 പേര്. എൻ്റെ കണ്ണിന് മുന്നിൽ നിന്നാണ് പോകുന്നത്. ഞാനൊരു വാതിലിൻ്റെ ഇടയിലായിരുന്നു കുടിയും കിടന്നത്. അത് നമ്മളെ അയൽവക്കക്കാരെല്ലാവരും ആ നിമിഷം പോയിരുന്നു. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ വീണ്ടും വല്ലാത്തൊരു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോഴും ഞങ്ങളൊക്കെ ഒരു സ്വപ്നം പോലെ കാണുന്നൊരു ഇതാണ്. ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ബൈജു വളരെ കണ്ണൊക്കെ നിറഞ്ഞാ വന്നത്. ഇപ്പോൾ ജീവിതം ഒരുപാട് മാറിയോ? എന്താ മാറ്റം പറയുന്നത്? അത് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ പോയത് ഓർക്കാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ. ഉരുൾ ദുരന്തത്തിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നറുക്കെടുക്കുന്ന സമയത്ത് വളരെ വൈകാരികമായി നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടിയൊരു ദൃശ്യമായിരുന്നു വത്സലേച്ചി നറുക്കെടുക്കുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യം. ഇപ്പോൾ വീടായി, സന്തോഷമുണ്ടോ? സന്തോഷം, വീടിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. ഇന്നലെ തൊട്ട് ഭയങ്കരമായൊരു സങ്കടം വരികയാണ്. ആ സമയം വരുമ്പോൾ സങ്കടം വരികയാണ്. മോൻ്റെ ഭാര്യൻ്റെ ഫോട്ടോകളും അച്ഛൻ്റെയും മോനും ആകുമ്പോൾ ഒരു സങ്കടം തന്നെ. ഞങ്ങൾ സങ്കടം മാറില്ലല്ലോ. അപ്പം അന്നത്തെ ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിയോ? എന്താ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? അന്ന് അപേക്ഷിച്ചിട്ട് ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിയില്ല, നമ്മളെ മാറ്റങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുതിയ ടൗൺഷിപ്പിലേക്ക് വന്നു, പുതിയ വീട്ടിലേക്ക് വന്നു, എല്ലാം പുതിയത്. പക്ഷെ ചിന്തകളും ഓർമ്മകളും ഒക്കെ പഴയതാണ്. ഞങ്ങളുടെ ജീവിതം ആ പഴയ ഒരു ഇത് തന്നെയുള്ളത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അന്നത്തെ ഒരു ദുരന്തത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതെന്തായാലും നമ്മൾ അവസാനിക്കുന്നവരെ ഉണ്ടാവും. ഉരുൾ ദുരന്തത്തിന്റെ വേദന പിന്നിട്ട് അതിജീവനത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. ടൗൺഷിപ്പിലെ പുതിയ വീടുകൾ സുരക്ഷിതമായ നാളെയുടെ പ്രതീക്ഷയാകുമ്പോൾ പുനരധിവാസം പൂർണ്ണതയിലെത്തുന്നത് കാത്തിരിക്കുകയാണവർ. വീഡിയോ ജേർണലിസ്റ്റ് ടോണി ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ, റിപ്പോർട്ടർ, വയനാട്.